السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونصلي على رسوله الكريم أما بعد فاتقوا الله عباد الله. وعن عمرو بن العاص رضي الله عنه عن النبي صلى الله عليه وسلم قال: من صلى صلاة الصبح فكأنما جماعة صلى الليل قائما. റവാഹു മുസ്ലിം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അബസയുടെ ആദ്യ ആയത്തുകളിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തും. ജന്മന അന്ധനായ സ്വഹാബി. പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന്, നാവിൽ നിന്ന് ഖുർആൻ മധുരമായി കേട്ട് ഹാഫിളായ സ്വഹാബി. പ്രവാചകന്റെ മക്ക ജീവിതത്തിൽ മക്കയിൽ നിന്ന് കുറച്ച് വിദൂരത്താണ് അദ്ദേഹത്തിന്റെ വീട്. ഇസ്ലാമിക ചരിത്രത്തിൽ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ രണ്ടാമത് ബാങ്ക് വിളിച്ചിരുന്നത് ഈ സ്വഹാബിയാണ്. കുറെ പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾ ആ അബസ വായിച്ച മനസ്സിലാകും. ധാരാളം പ്രത്യേകതകളുണ്ട്. അവിടെ അല്ലാഹു തആല സ്വഹാബിയെ പരിചയപ്പെടുത്തി തന്നെ അജാഅഹുൽ അഅ്മ എന്നാണ്. അന്ധനായ മനുഷ്യൻ നിന്റെ അടുക്കൽ വന്നപ്പോ, അതിന് ഇസ്ലാമിന്റെ ഫിലോസഫി ഉണ്ട്. സമൂഹത്തിൽ അത്ര വൈകല്യമുള്ള ആളുകളെ പരിഗണിക്കണം. അന്ധന്മാര്, ഒരാൾ റോഡ് പിടിച്ച് കടക്കാൻ നിൽക്കുന്നു, അന്ധനാണ്, കൈപിടിക്കണം. ഒരാൾ നടക്കാൻ പറ്റാത്തയാളാണ്, അയാളെ കൈപിടിക്കണം. പ്രായമുള്ള ആളാണ്, അയാൾക്ക് സഹായം ചെയ്യണം എന്ന ഒരു വിഷയം കൂടെ അതിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ധന്മാര് പരിഗണിക്കണം. ഒരുപാട് വിഷയങ്ങൾ. അപ്പൊ ആ സ്വഹാബിക്ക് സുബഹിന്റെ സമയത്ത് പള്ളിയിലേക്ക് എത്താൻ പ്രയാസമാണ്, കണ്ണു കാണാത്തത് കൊണ്ട്. ഇക്കാലഘട്ടങ്ങളല്ല അക്കാലഘട്ടം. കുണ്ടും മലയും ഒക്കെ കയറി വരാം. എന്നാലും ആ സ്വഹാബി സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ എത്താറുണ്ട്. ഒരിക്കൽ ആ സ്വഹാബി നബിയോട് ചോദിച്ചു, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ സുബഹിന്റെ ജമാഅത്തിന് എത്തിയാൽ എനിക്ക് എന്താണ് പ്രതിഫലം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രതിഫലം? ആ ഹദീസാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ സുബഹിക്ക് എത്തിയില്ലേ, അല്ലാഹു മരണം വരെ ളുഹ്ർ, അസ്ർ, ഇശാ, മഗ്രിബൊന്നും ത്യാഗമൊന്നും അല്ലാട്ട, സുബഹിയാണ് ത്യാഗം. സുബഹി നിസ്കരിക്കാത്തവനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് മുനാഫിഖ് എന്നാണ്. നിസ്സാരമല്ല. അവന്റെ ഉള്ളിൽ പിന്നെ നിഫാഖിന്റെ അടയാളമുണ്ടെന്നാണ് ഹദീസ്. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാക്ക് കിട്ടും. കരണ്ട് പോയാൽ സുബഹി ഇല്ല, നമുക്ക് മഴ വന്നാൽ സുബഹി ഇല്ല, കാറ്റ് വന്നാൽ സുബഹി ഇല്ല. ചിന്തിച്ചു നോക്ക്, ത്യാഗം സുബഹിയാണ്. സുബഹി കിട്ടുന്ന ഒരാൾക്ക് അവന്റെ ജീവിതം ബർക്കത്താണ്, ഒരു തർക്കമില്ല കാര്യത്തിന്. 10 കിട്ടിയാലും 10,000 കിട്ടിയാലും 1,00,000 കിട്ടിയാലും അതിൽ ബർക്കത്തുണ്ട്. ഇല്ലാത്ത ഒരാൾക്ക് കോടി കിട്ടിയാലും ബർക്കത്ത് കാണില്ല. നമ്മൾ ചിന്തിച്ചു നോക്കില്ലേ, നിക്കാഹിന്റെ അന്ന് എത്ര പുതിയ പെണ്ണ് സുബഹി നിസ്കരിക്കാറുണ്ട്? ചിന്തിക്ക്. ഒരു ജീവിതത്തിലേക്ക് കടക്കുകയല്ലേ. രാത്രി മുഴുവനും ആഘോഷങ്ങൾ കഴിഞ്ഞ് കടന്നുറങ്ങും, സുബഹിയില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നേരെ നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകും. എത്ര ചെറുക്കന്മാര് നിക്കാഹിന്റെ അന്ന്, എപ്പോഴും വേണം നിക്കാഹിന്റെ അന്ന് സുബഹിന്റെ ജമാഅത്ത് പള്ളി പങ്കെടുക്കുന്നവരുണ്ട്. ചിന്തിക്ക്, അത് എന്ത് ബർക്കത്ത് കിട്ടാനാ? വെറുതെ അല്ല കല്യാണം തപ്പി തല്ലിപ്പോണത്, തർക്കമൊന്നുമില്ല. കല്യാണങ്ങൾക്കിടയിൽ, വിവാഹങ്ങൾക്കിടയിൽ സ്വരിച്ചേർച്ചയില്ലാത്തത്, ഇബാദത്തില്ലാത്തതാണ്, വേറൊരു പ്രശ്നവും ഇല്ല. എഴുന്നേക്കുന്ന എപ്പോഴാ? 7:30, 8:30. ഇവിടെ സുബഹി വാപ്പാക്കും കാണും, പോരാ, മരുമകൾക്ക് സുബഹി ഉണ്ടാകണം.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മൻ സല്ലല്ലാ സ്വലാത്ത സുബ്ഹി, ആരെങ്കിലും സുബ്ഹി നമസ്കാരം നിർവഹിച്ചാൽ ഫകഅന്നമാ ജമാഅത്തായിട്ട്. നിങ്ങളൊക്കെ കിടന്നുറങ്ങില്ലേ ഇന്നലെ? ഞാൻ നിങ്ങളൊക്കെ ഉറങ്ങിയില്ലേ? ഒരു 5 മണിക്കൂർ ഉറങ്ങിക്കാണ്, ഇടയ്ക്കൊന്ന് കരണ്ടും പോയി അല്ലേ? നമ്മൾ ആരും രാത്രി നിസ്കരിച്ചില്ലല്ലോ. പക്ഷേ കുത്തിബ ലഹു, നമ്മൾ ഇവിടുന്ന് സുബ്ഹി നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ മലക്കുകളോട് അന്ന് പറയും, എഴുതിക്കൊള്ളാൻ പറയും. സ്വല്ലല്ലൈലു ഖായിമ, രാത്രി മുഴുവനും നമസ്കരിച്ച കൂലി. ആ സ്വഹാബിയുടെ കണ്ണ് നിറഞ്ഞു പോയി. ളുഹറിനതില്ല, അസറിനത് കിട്ടൂല, മഗ്രിബിന് കിട്ടൂല. രാത്രി മുഴുവനും കടന്നുറങ്ങിയ നമുക്ക് ആകെ 2 റക്അത്ത്, എല്ലാം കൂടെ അരമണിക്കൂറല്ലേ എടുത്തുള്ളൂ ഈ സ്നാനത്തിന്. ഒരു നിക്കാഹ് 11:30 11 നമ്മൾ അവിടെ എത്തും ഇല്ലേ? പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന 2:30 മണിക്ക്. എത്ര മണിക്കൂറാണ് ചെലവഴിക്കുന്നത്? അള്ളാന്റെ പള്ളിയിൽ അരമണിക്കൂർ മതി, അള്ളാഹ്ക്കത് മതി. അങ്ങനെ നമ്മൾ നമസ്കരിച്ചാൽ രാത്രി മുഴുവനും നമസ്കരിച്ചവന്റെ കൂലി രേഖപ്പെടുത്താൻ മലക്കിനോട് പറയും. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, മരണം വരെ നിലനിർത്തണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. അതൊരു തൗഫീഖാണ്. സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് അള്ളാന്റെ പള്ളിയിലേക്ക് വരിക എന്നത്, അള്ളാഹ് തന്ന വാഹനം ഉപയോഗിച്ചുകൊണ്ട് വരിക എന്നത് വല്ലാത്തൊരു തൗഫീഖാണ്. ഈ പള്ളിയുടെ പരിസരത്ത് മുസ്ലിമീങ്ങളുണ്ട്. ഈ പള്ളിയുടെ പരിസരത്തൊക്കെ കടന്നുറങ്ങുന്നില്ല. ചിന്തിച്ചേ, അവരെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നത്, എന്തെല്ലാം അനുഗ്രഹങ്ങളാ. ഒരു 3 ചവിട്ടടി വെച്ച പള്ളിയിലേക്ക് വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ പരിസരത്തുണ്ട്. പള്ളി തറയില്ലേ? മഹല്ല് പള്ളിയുടെ പരിസരങ്ങളിലില്ലേ? തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരില്ലേ? ചിന്തിക്കും നമ്മള്. പക്ഷെ അത് എഴുന്നേൽക്കുക എന്നത് ഈമാനാണ്. അതാണ് തഖ്വ. അതുണ്ടാകണം മരണം വരെ. പക്ഷെ ഒന്ന് പറയുന്നു, നമ്മൾ ആ ചെയ്യുന്ന ഇബാദത്ത് നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടാകണം. ഭാര്യ എഴുന്നേറ്റ് എപ്പോഴെങ്കിലും അല്ല, സുബ്ഹിന്റെ അവ്വൽ വഖത്ത്, അതായത് എപ്പോഴാ ഭാര്യ നിസ്കരിക്കേണ്ടത്? 6 മണിക്കാണ്, അല്ല 4:21 ബാങ്കെങ്കിൽ 5:30 മുമ്പ് ഇവിടെ ജമാഅത്ത് നടക്കുമ്പോ അവിടെ പെണ്ണ് നിസ്കരിച്ചിരിക്കണം. അല്ലാതെ തോന്നിയ പോലെയല്ല. മക്കളോട് നമ്മൾ പോകുന്ന അതേ റൂട്ടിൽ, റബ്ബിന്റെ റൂട്ടിൽ. എന്തിനാന്നറിയുമോ? ഈ കുടുംബ സ്വർഗത്തിൽ വേണ്ടേ? ഈ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കണ്ടേ? നമ്മുടെ ഡ്യൂട്ടിയാണത്. അത് നമ്മളോടാ പറഞ്ഞത്, നീ നിന്റെ ശരീരവും നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നമ്മളോടാ പറഞ്ഞത്, പള്ളിയിലെ ഹക്കീമിനോടല്ല. പള്ളിയിലെ ഹക്കീമോന്ന് പരലോകത്തൊന്നും ആർക്കും ശുപാർശയില്ല, ഒരു ഇമാവ് ശുപാർശയില്ല. നിങ്ങളാ പിടിക്കപ്പെടുക. എന്നെ പിടിക്കും, എന്റെ മോളോടും എന്റെ ഭാര്യയോടും എന്റെ വാപ്പയോടും തർക്കമൊന്നുമില്ല. അല്ല, ഞാനിവിടെ ജോലി ചെയ്യുമ്പോ എന്നോട് നിങ്ങൾ ആ പള്ളി ഹക്കീമായിരുന്നില്ലേ, അവിടെ ആരും സുബ്ഹിക്ക് വന്നില്ലല്ലോ, അള്ള ചോദിക്കൂല, ഞാൻ രക്ഷപ്പെടും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഒരു ലഹരി, നിസ്കാരവുമായുള്ള ലഹരിയാണത്. അത് ആസ്വദിക്കണം. ആ ലഹരി നിലനിർത്തണം. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അല്ലാഹു വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.